ഇതുവരെ ആരും തിരിച്ചു പോയിട്ടില്ലല്ലോ. കോടതി നിർദ്ദേശം 5000 എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കോടതിയുടെ ഒരു നമുക്ക് നോക്കാം. പൊതുവായൊരു മാനദണ്ഡമായി കോടതി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഇതുവരെ വന്ന ഒരാളും തിരിച്ചു വിട്ടിട്ടില്ലല്ലോ. കോടതിയെ ബോധ്യപ്പെടുത്താം, നമ്മൾ ബോധ്യപ്പെടുത്തും. സ്വാഭാവികമായും കോടതിയും പരമാവധി ഭക്തർ സുഖസംതൃപ്തിയോടുകൂടി പോകണമെന്നല്ലേ കോടതിക്കും ആഗ്രഹമുള്ളൂ. കോടതി ബോധ്യപ്പെടുത്തും. 2 ദിവസം മാത്രം. അതൊരു വ്യാജ പ്രചരണമാണ്. അതെ. അതൊക്കെ സത്യത്തിൽ വേറെ ചില താല്പര്യങ്ങളാണ് സ്വാഭാവികമായും. അതൊന്നും ഏതെങ്കിലും ഒരു പ്രസ്ഥാനം മനഃപൂർവ്വമായി ചെയ്യുന്നതെന്ന് തോന്നുന്നില്ല. ചില ആളുകളുണ്ടല്ലോ. അതെ ഞാൻ പറഞ്ഞത്, അതിൽ തന്നെ ഏതെങ്കിലും ചില വ്യക്തികൾ അത് മനഃപൂർവ്വം ചുമ്മാ കയറി വരില്ല. ഏതെങ്കിലും ചില വ്യക്തികളുടെ താല്പര്യങ്ങൾ, അതിലൊരു പ്രസ്ഥാനമോ സംഘടനയോ ഉണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഏതെങ്കിലും ചില വ്യക്തികളുടെ താല്പര്യങ്ങളാണ്. ഇപ്പോൾ പിന്നെ സോഷ്യൽ മീഡിയ ആണല്ലോ, എന്തും പറയാമല്ലോ. അത് സൈബർ പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. അതുമായി വരുമാനം ഞങ്ങൾ മണ്ഡലകാലം കൂടി പൂർത്തിയായിട്ട് പറഞ്ഞാൽ പറയും. എപ്പോഴും നമ്മൾ ഈ വരുമാനം പറയുന്നത് വർധനമുണ്ട്, നല്ല വർധനമുണ്ട്. മുൻകാലങ്ങളെക്കാൾ നല്ല വർധനമാണ് വരുമാനത്തിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. നമുക്ക് പ്രധാനമായും ഇവിടെ എത്തുന്ന ഭക്തരുടെ ക്ഷേമവും അവരുടെ സുരക്ഷിതത്വവും അവരുടെ സന്തോഷമാണ് നമുക്ക് പ്രധാനം. വരുമാനവും ഒരു പ്രധാനമാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവർക്ക് നന്നായി ഇനിയും അങ്ങനെ പോകട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അത് പറയാം. മണ്ഡലം കാലം ജനുവരി 1 നമുക്ക് പറയാം. മണ്ഡലകാലം പൂർത്തിയാകുമ്പോൾ എൻ്റെ കണക്ക് പറയാം. അല്ല, അത് അവർ തീരുമാനിച്ചിട്ടുള്ളൂ. ആദ്യം ഒരു മീറ്റിംഗ് കൂടി, ഇനി ഒരു 1-2 സിറ്റിംഗ് കൂടെ ഉണ്ട്. എന്നിട്ട് അത് മന്ത്രിയാണ് അത് മിനിസ്റ്ററാണ് പ്രഖ്യാപിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് അല്ല, നമ്മളത് പിന്നെ അത് നമ്മുടെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത് ഹൈപ്പവർ കമ്മിറ്റിയിലാണ്. കോടതി തന്നെ നിയോഗിച്ച ഹൈപ്പവർ കമ്മിറ്റിയിലാണ്. ഹൈപ്പവർ കമ്മിറ്റിയിലാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. അതിൽ കൃത്യമായ തീരുമാനം ഉണ്ടാകും. അതിൽ ദേവസ്വം ബോർഡ് ഹൈപ്പവർ കമ്മിറ്റിയിൽ ദേവസ്വം ബോർഡിൻ്റെതായ അഭിപ്രായം പറയും, ഉറപ്പായിട്ടും. അത് അടുത്ത വർഷം നിർബന്ധമായും ഒരു പുതിയ പൈപ്പ് റീപ്ലേസ് ചെയ്യും. അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഹൈപ്പവർ കമ്മിറ്റിയിൽ ഞങ്ങൾ തീരുമാനിക്കും. ജസ്റ്റിസ് സിരിജകനാണ് അതിൻ്റെ അധ്യക്ഷൻ, എല്ലാവർക്കും അറിയാം. അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളാണ് അവിടെ ഉള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിപ്രായം പറയും. എന്തായാലും അടുത്ത വർഷം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുമ്പായി അതൊരു പൈപ്പ് കൂടി അവിടെ റീപ്ലേസ് ചെയ്യപ്പെടും. ഞങ്ങൾ ഈ വൈദ്യുതിയുടെ കാര്യത്തിലും വെള്ളത്തിൻ്റെ കാര്യത്തിലും ഞങ്ങൾ സ്വയം പര്യാപ്തയിൽ എത്താൻ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ കഴിയുമെങ്കിൽ സോളാർ പാനലുകൾ അല്ലേ ശബരിമലയിൽ സ്ഥാപിച്ച് ആ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തയിൽ എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ സിയാൽ ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. പ്രസിഡന്റ് ആദ്യഘട്ട ചർച്ച നടത്തിക്കഴിഞ്ഞാൽ അവരുമായിട്ട്. അത് കിട്ടിയാൽ ഫെഡറൽ ബാങ്ക് അടക്കം പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ മേഖലയിൽ എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് നമുക്ക് ലാഭിക്കാൻ കഴിയുക. അത് പൊതുവായി ജനക്ഷേമത്തിന് വേണ്ടി, ഭക്തക്ഷേമത്തിന് വേണ്ടിയിട്ട് തിരിച്ചങ്ങ് വിനിയോഗിക്കാൻ നമുക്ക് കഴിയും. ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ പമ്പയിലും നിലയ്ക്കലും ശബരിമലയിലുമായി 2.5 മെഗാവാട്ട് വൈദ്യുതിയാണ് വേണ്ടി വരുന്നത്. അതിന് നമുക്ക് ഈ നടപ്പന്തൽ, അന്നദാന മണ്ഡപം, ഈ സന്നിധാനത്ത് തന്നെ കെട്ടിടങ്ങൾ പ്രത്യേകമായി നമുക്ക് തയ്യാറാക്കേണ്ടതില്ല. ഇവിടെ മുകളിൽ തന്നെ അവരുടെ മേൽക്കൂരയിൽ തന്നെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അതിൻ്റെ മെമ്പർ പറഞ്ഞതുപോലെ നമ്മുടെ സിയാലിനെയാണ് ഞങ്ങൾ ഇതിൽ, കാരണം ലോകത്തുനിന്ന് ഏറ്റവും വലിയ സോളാർ വൈദ്യുതിയുടെ മാതൃക എന്ന് പറയുന്നത് സിയാലാണല്ലോ. ആ സിയാലിലെ പിന്നെ MD സുഹാസുമായി ഞങ്ങൾ ഡിസ്കഷൻ നടത്തി. അദ്ദേഹത്തിന് അതിൽ മുഖ്യമന്ത്രി അധ്യക്ഷനായ ഒരു ഡയറക്ടർ ബോർഡാണല്ലോ, അവർ തത്വത്തിൽ സമ്മതിച്ചു കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ വരും. ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വന്നു പോയതിനു ശേഷം അവരുടെ ടെക്നിക്കൽ വിങ് ഡോക്ടർ സതീഷ് പയ്യാണ് അവരുടെ ടെക്നിക്കൽ വിങ്ങിൻ്റെ ആൾ. അവരുൾപ്പെടെ ഇവിടെ വന്ന് എയർപോർട്ട് ഡയറക്ടർ മനു, അതുപോലെ തന്നെ ടെക്നിക്കൽ ഡയറക്ടർ സതീഷ് പൈ, അവരുടെ നേതൃത്വത്തിൽ ഈ മണ്ഡലകാലം അല്ലെങ്കിൽ മകരവിളക്ക് കാലം തീരുന്നതിന് മുമ്പ് അവരിവിടെ ഇൻസ്പെക്ഷൻ വരും. നേരത്തെ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ഫെഡറൽ ബാങ്ക് എത്രയാണോ ഇതിന് ചിലവാകുന്ന തുക അത്രയും തന്നെ നമുക്ക് സ്പോൺസർ ചെയ്യുന്നത്. മാത്രമല്ല മെമ്പർ പറഞ്ഞത് കൂടെ മറ്റൊരു കാര്യം, 26 ക്ഷേത്രങ്ങളുണ്ട്. ഗവർണറുടെ മെമ്പറാണ് ആ കാര്യത്തിലൊക്കെ കൂടുതൽ താല്പര്യം എടുക്കുന്നത്.
26 AO ക്ഷേത്രങ്ങളുണ്ട്. ആ 26 AO ക്ഷേത്രങ്ങളിൽ കൂടി പിന്നെ നമ്മൾ സോളാർ സ്ഥാപിക്കുവാനുള്ളൊരു ഏറ്റവും കൂടുതൽ വലിയ ക്ഷേത്രങ്ങളായ 26 ക്ഷേത്രങ്ങൾ, അവിടെയാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഞങ്ങൾക്ക് വേണ്ടി വരുന്നത്. അതുകൂടി സ്ഥാപിക്കുവാനുള്ളൊരു ആലോചനയും ഞങ്ങൾ ബോർഡിൽ നടക്കുന്നു. ഇതിനൊരു മാതൃകയായി നമ്മൾ ആദ്യം ചെയ്തത് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ ഞങ്ങൾ പിന്നെ സ്ഥാപിച്ചു. മറ്റേ അനർട്ടുമായി ബന്ധപ്പെട്ട് 54,000 രൂപയായിരുന്നു ഒരു മാസത്തെ ബില്ല്. അത് വെറും 4,500 കുറയ്ക്കാൻ നമുക്ക് സാധിച്ചു. അതാണ് ഞങ്ങളുടെ ഒരു പ്രചോദനമായി മാറിയത്.